പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്? ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2026 മെയ് മാസം 14 തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ദൈവം നിനക്ക് വേണ്ടി ഒരാളെ അയക്കും. പ്രിയരെ, പ്രാരംഭ വചനത്തിലേക്ക് 105 സങ്കീർത്തനം അതിൻ്റെ 20 വാക്യം. രാജാവ് ആളെ അയച്ച് അവനെ വിടുവിച്ചു, ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. എന്നെ കേൾക്കുന്നവരെ, ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങളും ചിന്തിക്കുന്നത് നിനക്ക് വേണ്ടി ദൈവം ഒരാളെ അയക്കുമെന്നുള്ളതാണ്. ജീവിതത്തിനകത്ത് ഉദ്ദേശിച്ച നിലയിൽ മുമ്പോട്ട് പോകാൻ കഴിയാതെ പല മേഖലയിലും സ്റ്റക്കായി പോയ ജീവിതത്തിനകത്ത് ഇനിയൊരു മറുപടിയില്ല എന്ന് പറയുന്ന ആർക്കൊക്കെയോ വേണ്ടി ദൈവം ഒരാളെ അയക്കുകയാണ്. നിന്നെ വിടുവിക്കേണ്ടതിനായി, നിന്റെ ജീവിതത്തിൽ ഒരു തിരിവിനായി, നിന്റെ ജീവിതത്തിനകത്തൊരു എഴുന്നേൽപ്പിനായിട്ട്. നാം വായിച്ചു കേട്ട വാക്യം യോസെഫിനെ കുറിച്ചുള്ള വാക്യമാണ്. രാജാവ് ആളെ അയച്ച് അവനെ വിടുവിച്ചു, ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രമാക്കി. യോസെഫിനെ കുറിച്ചുള്ള വാക്യമാണിത്. സാഹചര്യത്തിൽ യോസെഫ് ആ കാരാഗ്രഹത്തിൽ ഒതുങ്ങുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഇനിയൊരു പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ആളെ അയച്ച് അവനെ വിടുവിക്കുന്നത് കാണാൻ കഴിയുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ഇന്ന് ഈ വചന സന്ദേശം ഈ പ്രഭാതത്തിൽ കേൾക്കുമ്പോൾ ഉന്നത അധികാരികളോട് ദൈവം നിനക്ക് വേണ്ടി സംസാരിക്കാൻ പോവുകയാണ്. നിനക്ക് വേണ്ടി ആളയച്ചൊരു വഴി തുറക്കാൻ വേണ്ടി. ഇതാ ഈ ഭാഗം ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ, ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം അതിൻ്റെ 14 വാക്യം. ഉടനെ ഫറവോൻ ആളയച്ച് യോസെഫിനെ വിളിപ്പിച്ചു. അവർ അവനെ വേഗത്തിൽ കൊണ്ടയിൽ നിറക്കി അവൻ ക്ഷൗരം ചെയ്യിച്ച് വസ്ത്രം മാറി ഫറവോന്റെ അടുക്കൽ ചെന്നു. ഇതാ വചനം ശ്രദ്ധിക്കാമെങ്കിൽ, യോസെഫിനെ രാജാവ് ആളയച്ച് വിളിപ്പിക്കുകയാണ്. ആളയച്ച് അവനെ കൊണ്ടയിൽ നിറക്കി ക്ഷൗരം ചെയ്യിച്ച് വസ്ത്രം മാറി ഇതാ അവൻ രാജാവിൻ്റെ അടുക്കൽ ചെല്ലുന്നു. ഇന്ന് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിനകത്ത് ഒരു ഉയർച്ച കാണാൻ കഴിയാതെ നിൽക്കുന്ന ചിലർ നോക്കി വിളിച്ചു പറഞ്ഞു, ആളയച്ച് അർഹതയില്ലാത്തടത്തേക്ക് നിന്നെ കൊണ്ടുപോകാനായിട്ട്. എസ്തേറിന്റെ മേളിൽ അർഹതയില്ലാത്ത കിരീടം വന്നതുപോലെ അപ്പനും അമ്മയില്ലാത്ത എസ്തേറിന്റെ ജീവിതത്തിൽ ഇതാ രാജസന്നിധിയിൽ ചെല്ലുവാൻ അവൾക്ക് അവസരം ലഭിക്കുന്നു. രാജാവ് അവളെ കണ്ടിട്ട് സകല സ്ത്രീകളെക്കാളും സകല കന്യകമാരെക്കാളും അധികം കൃപയും പക്ഷവും തോന്നി കിരീടം അവിടെ തലയിൽ വെച്ച് കൊടുക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ സ്ഥിതി മാറാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ഒരു ചലനം ഉണ്ടാക്കാൻ പോകുന്നു. ഈ പ്രഭാതത്തിൽ ആരോ എന്നെ കേൾക്കുന്നവർ പറയുന്നു, ജീവിതത്തിനകത്ത് ഇനി ഒരു മാനുഷിക സഹായം ഞാൻ കാണുന്നില്ല. അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഏലിയാവിൻ്റെ ദൈവം ഇന്നും ജീവിക്കുകയാണ്. ഏലിയാവിനെ രാവിലെയും വൈകിട്ടും കാക്ക അയച്ച് പോഷിപ്പിക്കുന്നവൻ ഇതാ അപ്പവും ഇറച്ചിയും രാവിലെയും വൈകിട്ടും ഏലിയാവിന് കൊടുക്കുകയാണ്. കാക്ക ഒരാൾക്കും അപ്പം കൊടുത്ത ഒരു ചരിത്രമില്ല. എന്നാൽ ഞാൻ ആത്മാവിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നു, ആർക്കും കൊടുക്കത്തില്ലെന്ന് പറഞ്ഞവനെ കൊണ്ട് നിനക്ക് വേണ്ടി ദൈവം വഴി തുറക്കാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ചിലവർ ഹൃദയത്തിൽ നിന്നോടുള്ള കാര്യം ദൈവം ഇടപെടാൻ പോവുകയാണ്. ഇതാ രാജാക്കന്മാരുടെ ഉറക്കത്തെ കെടുത്തുന്നവൻ, മൊർദെഖായിക്ക് വേണ്ടിയും എസ്തേറിന് വേണ്ടിയും രാജാവിൻ്റെ ഉറക്കത്തെ കെടുത്തിയവൻ. ഒന്നുകൂടെ എന്ന് പറഞ്ഞാൽ ദാനിയേൽ പ്രവാചകന് വേണ്ടി രാജാവിൻ്റെ ഉറക്കത്തെ കെടുത്തിയവൻ. ആഴമായി വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് ഈ വചന സന്ദേശം കേട്ട് മണിക്കൂറുകൾക്കുള്ളിൽ നിന്റെ നഷ്ടപ്പെട്ടു പോയ ജോലിയിൽ, നിന്റെ ജീവിതത്തിനകത്ത് ഇനി ആ കുടുംബജീവിതം മുമ്പോട്ട് പോകുന്നില്ലെന്ന് പറഞ്ഞെടുത്ത് ആളെ അയച്ച് ചില ക്രമീകരണങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. അസാധാരണമായ ആ വഴി തുറക്കാൻ പോകുന്നു. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ആരുടെയൊക്കെ വിവാഹം തടയപ്പെട്ടു പോയ, വിവാഹത്തിനകത്ത് ഇനി വഴിയില്ലെന്ന് പറഞ്ഞ ആർക്കോ വേണ്ടി ആളയച്ച് കർത്താവ് അതിനെ ഉറപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ മണിക്കൂറുകളിൽ നിങ്ങൾ ഗുഡ് ന്യൂസ് കേൾക്കാൻ പോവുകയാണ്. ഒന്നുകൂടെ ഞാൻ ആഴമായി വിളിച്ചു പറയുകയാണ്, പത്രോസ്
പത്രോസിൻ്റെ കാരാഗ്രഹത്തിൽ ഇനി മാനുഷിക സഹായമില്ല, മനുഷ്യന് ചെല്ലാൻ പറ്റത്തില്ല. കാരണം അതേപോലെ ഹെരോദാവ് അത് അടച്ചുറപ്പ് വരുത്തിയിരിക്കുകയാണ്. എന്നാൽ സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ വിശ്വസിക്കുക, ദൂതനെ അയച്ച് പത്രോസിനെ പുറത്തു കൊണ്ടിരിക്കുകയാണ്. പത്രോസ് കിടക്കുന്നിടത്തേക്ക് ദൂതൻ ഇറങ്ങി വരുമ്പോൾ അവിടെ വെളിച്ചം വെളിപ്പെട്ടു. അവനെ വിലാപ്പുറത്ത് തട്ടി വേഗത്തിൽ എഴുന്നേൽക്കാൻ പറയുമ്പോൾ അവൻ്റെ ചങ്ങലകൾ അഴിഞ്ഞുവിടും. ഇന്ന് ദൂതന്മാർ ചിലവരെ അടുക്കലേക്ക് ഇറങ്ങി വരികയാണ്. ദൈവം അയച്ച ദൂതന്മാരാൽ നിനക്ക് അർഹതയില്ലാത്ത വിടുതലുകൾ വരികയാണ്. ഇതാ ദൂതൻ പത്രോസിനോട് പറയണം, എനിക്ക് പിന്നാലെ വരിക. ഇതാ 1-ാം കാവലും 2-ാം കാവലും ദൂതൻ അവന് തുറന്നു കൊടുക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ മനുഷ്യൻ അടച്ച ചില വാതിലുകൾ ദൈവം ആളയച്ച് തുറക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജോലിയിൽ പ്രമോഷൻ അടച്ച, ഉയർച്ച അടച്ച, നിങ്ങളുടെ നന്മകളെ അടച്ച, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൻ്റെ സന്തോഷത്തെ അടച്ച, മനുഷ്യൻ അടച്ച വാതിലുകളുണ്ട്. ഇതാ ദൂതൻ 1-ാം കാവലും 2-ാം കാവലും തുറന്നു കൊടുക്കുന്നു. ഇതാ പട്ടണവാതിൽ പത്രോസിന് വേണ്ടി സ്വതമേ തുറക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിനക്ക് വേണ്ടി അർഹിക്കാൻ പറ്റാത്ത ചില വാതിലുകൾ ഇതാ തുറന്നു വരികയാണ്. നിങ്ങളൊന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിയാൽ നിനക്ക് വേണ്ടി നാളെ അയച്ച് ദൈവം നിന്റെ സൗഖ്യത്തെ വെളിപ്പെടുത്താൻ പോവുകയാണ്. പത്രോസും യോഹന്നാനും ആരാധന സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഉദരം മുതൽ മുടന്തനായ ഒരു മനുഷ്യൻ, ഒരിക്കലും എഴുതിയിട്ടില്ലാത്തവൻ, അവൻ യാചകനാണ്. ആ ആലയത്തിന് മുമ്പിലിരിക്കുമ്പോൾ പത്രോസ് പറയുന്നു, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസറേയനായ യേശുവിൻ്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞ് അവൻ്റെ കരം പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ അവൻ്റെ കാലും മരിയാണിയും ക്ഷണത്തിൽ ഉറച്ചവൻ കുതിച്ചെഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ആളയച്ച് ഇതാ സൗഖ്യമാക്കാൻ പോവുകയാണ്. ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കി. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ തർസോസുകാരനായ ശൗലിനെ ദൈവം തൊടുകയാണ്. അവൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോകുന്നു. അവൻ യൂദയുടെ വീട്ടിൽ കാഴ്ചയില്ലാതിരിക്കുമ്പോൾ ദൈവം അവനോട് ഇടപെടുകയാണ്. അനനിയാസ് എന്നെ ശിഷ്യൻ വന്ന് നിന്റെ മേളിൽ കൈവയ്ക്കും. നീ നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിലിരിക്കുന്ന ശൗലിൻ്റെ മേളിൽ കൈവയ്ക്കണം. എന്നെ കേൾക്കുന്നവരെ, ഇന്ന് നാളുകൾ സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന, നാളുകൾ വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുന്ന ചിലവരെ അടുക്കലേക്ക് ദൈവം ചിലവരെ അയച്ച്, ചില ദൈവദാസന്മാരെ അയച്ച് ചിലവരെ അടുക്കൽ അസാധാരണമായ വഴികൾ തുറന്നു വരാൻ പോകും. നിങ്ങളുടെ സൗഖ്യം, നിങ്ങളുടെ വിടുതലുകൾ ഈ മണിക്കൂറുകൾ സംഭവിക്കാൻ പോകുകയാണ്. എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നതിനുണ്ടെങ്കിൽ ഇത് നിൻ്റെ വിടുതലിൻ്റെ സമയമാണ്. ഇത് നിൻ്റെ എഴുന്നേൽപ്പിൻ്റെ സമയമാണ്. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ നിൽക്കുന്നവൻ്റെ അടുക്കലേക്ക് യേശു ആ പടകിൽ കയറിയതുപോലെ 38 വർഷമായും തനിക്ക് മാത്രം സൗഖ്യമില്ലാതെ ആ കിടക്കയിൽ കിടക്കുന്നവനോട് യേശു നേരിട്ട് വന്ന് എഴുന്നേൽപ്പിക്കുന്നത് പോലെ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിനക്ക് വേണ്ടി ദൈവം നേരിട്ട് ഇറങ്ങി വരാൻ പോവുകയാണ്. നിന്റെ വിഷയത്തിനകത്തൊരു മറുപടിയായിട്ട് ഒന്നുകൂടെ ആഴമായി വിശ്വസിക്കുന്നു. ദാനിയേൽ പ്രവാചകന് വേണ്ടി 3 നേരം പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി സിംഹത്തിൻ്റെ ഗുഹയിൽ വന്ന് സിംഹത്തിൻ്റെ വായ അടച്ചുകൊണ്ട് ദൈവം അയച്ച ദൂതൻ അവനെ വിടുവിക്കുകയാണ്. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചോ. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായടച്ചു കളഞ്ഞു. അവൻ്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ, രാജാവെ തിരുമുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. ഇതാ ദാനിയേൽ രാജാവിനോട് പറയുകയാണ്, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം ദൂതനെ അയച്ച് അവയുടെ വായടച്ചു കളഞ്ഞു. എന്നെ കേൾക്കുന്നവരെ, ജീവിതത്തിനകത്ത് ഉയർച്ച തരാതെ, നന്മ തരാതെ, നിനക്ക് വിരോധമായി നിന്ന ശത്രുവിൻ്റെ വായടയ്ക്കുന്ന ദൂതന്മാർ ഇതാ നിനക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. അങ്ങനെ നീ പ്രഭാതത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, ഈ മണിക്കൂർ മുതൽ നിനക്ക് വേണ്ടി ആത്മമണ്ഡലത്തിൽ ചില ദൂതന്മാർ ചലിക്കുകയാണ്. നിനക്ക് വേണ്ടി അദൃശ്യ മണ്ഡലത്തിൽ നീ കാണാത്ത വഴികളെ തുറക്കുവാൻ ഇതാ എൻ്റെ ദൈവം ദൂതനയക്കുകയാണ്. കൊർണേലിയസിൻ്റെ ഭവനത്തിൽ ദൂതൻ വെളിപ്പെട്ട് പത്രോസിനെ വിളിക്കുക എന്ന് പറഞ്ഞതുപോലെ ഇതാ നിന്റെ ഡെസ്റ്റിനിയെ തിരിക്കുവാൻ, നിന്റെ വഴിയെ തിരിക്കുവാൻ ദൈവം തൻ്റെ ദൂതന്മാരെ അയക്കുകയാണ്. കണ്ണുകളൊന്ന് അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ വിശ്വസിക്കുന്നത് ചിലവരുടെ വിടുതലിൻ്റെ സമയമാണ്. ഒരു വലിയ ദൈവപ്രവൃത്തി നിങ്ങൾ വിശ്വസിക്കണം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതം ദൈവം ആടയച്ച് വഴി തുറക്കുന്ന പ്രഭാതമാണ്. അസാധാരണമായ വഴിത്തിരിവുകൾ സംഭവിക്കാൻ പോകുന്നു. കർത്താവേ, നീണ്ട നാളുകളായി ജോലിക്ക് വേണ്ടി, സാമ്പത്തികത്തിന് വേണ്ടി, കുടുംബ സന്തോഷത്തിനായി, ഒരു വിവാഹത്തിന് വേണ്ടി, ഒരു പഠനത്തിൻ്റെ ആ വഴി തുറക്കേണ്ടതിനായി ഒക്കെ പ്രാർത്ഥിച്ചവർക്ക് വേണ്ടി കർത്താവേ, അത്ഭുതകരമായ വഴിത്തിരിവുണ്ടാകുന്നു. ദൈവം തൻ്റെ ദൂതനെ അയച്ച് ഇവർക്ക് വേണ്ടി വഴി തുറക്കുന്നതിനായി നന്ദി. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. ഈ പ്രഭാതം സന്തോഷ വാർത്തകൾ കേൾക്കുന്ന പ്രഭാതമായി തീരട്ടെ. കർത്താവെ, ഇവരുടെ ചെവിയിൽ ചിലത് വെളിപ്പെട്ടു, ചിലത് തുറന്നു എന്ന് കേൾക്കുന്ന രീതിയിൽ അധികാരത്തിൻ്റെ ശബ്ദങ്ങൾ വെളിപ്പെട്ടു വരട്ടെ. സ്വർഗ്ഗം അത് ചെയ്തിരിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും,
ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് അനുഗ്രഹമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് നിങ്ങളുടെ വാട്സാപ്പ് മൂലം ഇത് അയക്കുകയും ഇത് നിങ്ങൾക്ക് വിടുതലായെന്ന് പറയുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അങ്ങനെ ഈ മിനിസ്ട്രിക്ക് നിങ്ങളൊരു സഹായമായി തീരണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും വൈകിട്ട് ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളിപ്പോൾ തന്നെ ആ സൂം ഐഡിക്കും അതേപോലെ തന്നെ പ്രാർത്ഥനയ്ക്കുമായിട്ട് വാട്സാപ്പിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താട്ടെ. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കും. ഗോഡ് ബ്ലസ് യു. ആമേൻ.